ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ ഉലുവ എന്ന് പറയുന്നത്. ഹെയറിലുള്ള ഏകദേശം ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ഉലുവ. അപ്പോൾ ഉലുവ ഞാൻ തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഉലുവയും എടുക്കുന്നുണ്ട്. നമ്മുടെ ഐറ്റം വന്നിട്ട് മുരിങ്ങയിലയാണ് കേട്ടോ. മുരിങ്ങയില കൊണ്ടാണ് നമ്മൾ ഹെയർ മാസ്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒട്ടുമിക്ക ഹെയർ പ്രോബ്ലങ്ങൾക്കും മുരിങ്ങയില അടിപൊളിയാണ്. പിന്നെ മുരിങ്ങയിലയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചില മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഡ്രൈ ആക്കും. പക്ഷേ മുരിങ്ങയിലൊക്കെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഡ്രൈ ആക്കില്ല. മുടി നല്ല സോഫ്റ്റ് ആക്കി വെക്കും കേട്ടോ. നല്ല സിൽക്കി സോഫ്റ്റ് ആക്കി വെക്കുന്ന ഒരു ഘടകമാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ മുരിങ്ങയില അത്രയും നല്ലതാണ്. മുരിങ്ങയില കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്തോളൂ. അടിപൊളിയാണ് കേട്ടോ. നല്ല പോലെ നീളം വെക്കുകയും ചെയ്യും. അത് പെട്ടെന്നുള്ള ഹെയർ ഗ്രോത്ത് ആണ് കേട്ടോ ഈ മുരിങ്ങയില ഉണ്ടാക്കുന്നത്. മുരിങ്ങയില അതേ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ തലേദിവസം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഉലുവയും അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. മുരിങ്ങയില അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല കുത്തിരിച്ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം നമ്മുടെ ഹെയറിന് അടിപൊളിയാണ്. എന്താ നീളം വെക്കുന്നതിനും ഉള്ളു വെക്കുന്നതിനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ കഞ്ഞിവെള്ളം. ഞാനിപ്പോൾ ഇങ്ങനെ മാസ്കുകളിലൊക്കെ ഇങ്ങനെ കഞ്ഞിവെള്ളമാണ് കൂടുതൽ ഉപയോഗിക്കാറ് കേട്ടോ. ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്കിത് നല്ലൊരു തോർത്തിൽ വെച്ചിട്ട് എന്താ പറയുക അരിച്ചെടുക്കില്ലേ, അങ്ങനെ ആയാലും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ തൽക്കാലത്തിന് എങ്ങോട്ട് പോകാത്തതുകൊണ്ട് ഞാൻ ഇതങ്ങനെ തന്നെയാണ് കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഒരു താളി പോലെയൊക്കെ തോന്നും കേട്ടോ നമുക്ക്. പിന്നെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ തലയിൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നല്ല സ്ട്രെയിറ്റ് പോലത്തെ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതങ്ങനെ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, അരിച്ചിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നല്ല മഴ ഇടിവെട്ടാണ് കേട്ടോ. അതാണ് ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അതേ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിത് അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും നെയ്റ്റായി തുടങ്ങി കേട്ടോ. അതാണിപ്പോൾ വെളിച്ചക്കുറവൊക്കെ തോന്നുന്നത്. അപ്പോൾ മോനൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, നെയ്റ്റ് കുറച്ചും കൂടി ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറ് എപ്പോഴും. അപ്പം ഞാനിങ്ങനെ പാർട്ടീഷനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെ സ്കാൽപ്പിലാവുന്നില്ല എന്ന്. പക്ഷേ ഇങ്ങനെ ഓരോരോ ഭാഗം എടുത്തിട്ട് ഞാൻ അങ്ങനെ സ്കാൽപ്പിലാക്കി ഫുള്ളാക്കിയിട്ട് പിന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാക്ക് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. കാരണം മുടിയുടെ സ്ട്രെങ്ത്തിന് തന്നെ ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ അതുപോലെ തന്നെ നമ്മുടെ ഈ മുരിങ്ങയില എന്ന് പറയുന്നത് നമ്മുടെ മുടിയെ സിൽക്കി ആക്കും, സ്മൂത്ത് ആക്കും, സോഫ്റ്റ് ആക്കും. അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത്തും ആക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ അപ്ലൈ ചെയ്യാം. അതായത് മുടിയിലും സ്കാൽപ്പിലും എല്ലാം അവിടുത്തെ അപ്ലൈ ചെയ്യാം കേട്ടോ. മാസത്തിൽ 2 തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണയോ ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. മുരിങ്ങയിലയുടെ കാലമായി കഴിഞ്ഞാൽ മുരിങ്ങയില എപ്പോഴും ഉണ്ടാവുമല്ലോ. മുരിങ്ങയില കിട്ടുമ്പോഴൊക്കെ ഈ ഉപ്പേരിയും എന്താ പറയുക കറിയൊക്കെ വെക്കാൻ എടുക്കുമ്പോൾ കുറച്ച് ലേശം എടുത്താൽ മതി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തലയിലും കൂടെ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ അരിച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ തലയിൽ മുഴുവൻ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിത് മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണയൊക്കെ യൂസ് ചെയ്താലും മതി. പിന്നെ ഒരു മാസം യൂസ് ചെയ്തിട്ട് പിന്നത്തെ മാസം യൂസ് ചെയ്യാതെ മുടി തീരെ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഹെയർ കെയറും അതുപോലെ തന്നെ സ്കിൻ കെയർ നമ്മൾ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ്സോ അല്ലെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 1/4 മണിക്കൂറോ, മാക്സിമം 1/4 മണിക്കൂറെങ്കിലും, മിനിമം 1/4 മണിക്കൂറെങ്കിലും വെക്കണം. മാക്സിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ. അടിപൊളി റിസൾട്ട് തന്നെയാണ്. നമുക്ക് ഒരു വർഷത്തോണ്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ എന്ന് പറയുന്നത് ഒരു വർഷത്തോണ്ട് നമുക്ക് നേടാൻ പറ്റുന്നത് തന്നെയാണ്. പെട്ടെന്ന് സഡനായിട്ട് കിട്ടുന്ന ഒരു സാധനമൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹെയർ ലോസ് കുറവുണ്ടെന്നും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വിസിബിളായിട്ട് തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതോട് കൂടിയിട്ടാണ് കേട്ടോ എൻ്റെ മുടിയും കട്ടി വെച്ച് തുടങ്ങിയത്. എൻ്റെ മുടി നല്ല പോലെ പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആയിട്ടൊന്നുമില്ല, എങ്കിലും ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ മുടി. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.